UN തന്നെ ഒരു ഒരു കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് പാകിസ്ഥാൻ വരാൻ ഇടയായ ഒരു സാഹചര്യം അത് ഒരു അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് UK അങ്ങനെ അല്ലെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഭരണ തലപ്പത്തുള്ളവരുടെ ഒരു പശ്ചാത്തലം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ UK തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഭരണ തലപ്പത്തേക്ക് പാക് വംശജരായിട്ടുള്ള പലരും കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ലണ്ടൻ പോലുള്ള ആ സിറ്റികളുടെ മേയർ സ്ഥാനത്ത് അത് ആരാണ് വന്നിട്ടുള്ളത്? ഒപ്പം തന്നെ മറ്റ് പല സിറ്റികളുടെയും മേയർ പദവിയിലിരിക്കുന്നവർ ആരാണ്? പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ളവർ ആരാണ്? അവർക്കൊക്കെ ഒരു പാക് റൂട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊരു കാര്യമില്ല. വളരെ നാളുകളായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് നടത്തിയ ഒരു അഭയാർത്ഥി പ്രവാഹം, അതിൻ്റെ മറവിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അജണ്ട. അപ്പോൾ ഇൻ്റർനാഷണൽ അറേനയിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിനാരിയോയിൽ പാകിസ്ഥാൻ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇത്തരം വ്യക്തികൾ ഭരണതലപ്പത്തുള്ള രാജ്യങ്ങൾ ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ് ഇവർ ഇതിൻ്റെ അകത്ത് നടത്തിയിരിക്കുന്നത്.